ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് അനുബന്ധപ്പെട്ട് SCERTയിലുള്ള ബാക്കി ഫാക്ട്സും കൂടിയാണ് നോക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അതുപോലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം നമുക്ക് നോക്കാം. ഇവിടെ SCERT പുസ്തകത്തിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ അക്ഷാസ്ഥികൂടം, അനുബന്ധ അസ്ഥികൂടം ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്ഷാസ്ഥികൂടം എടുത്തു കഴിഞ്ഞാൽ തലയോട്, മാറല്ല്, വാരിയെല്ലുകൾ, നട്ടെല്ല് ഇത്രയും വരുന്നത് അക്ഷാസ്ഥികൂടത്തിലാണ്. തലയോടിൽ എത്രയാണ്? തലയോടിൽ എത്ര അസ്ഥികളുണ്ട്? 29 അസ്ഥികളാണ് തലയോടിലുള്ളത്. ഇനി മാറല്ലാണെങ്കിൽ 1, വാരിയെല്ലുകളാണെങ്കിൽ എന്താണ്? 12 ജോഡിയാണ്. 12 ജോഡിയാണ് വാരിയെല്ലുകൾ. അപ്പം 24 വാരിയെല്ലുകളാണ് ഉള്ളത്. 12 ജോഡി വാരിയെല്ല് അല്ലെങ്കിൽ 24 എണ്ണമാണ് ഉള്ളത്. നട്ടെല്ലാണെങ്കിൽ 26 എണ്ണമാണ് ഉള്ളത്. നട്ടെല്ല് 26 എണ്ണം. അപ്പം മൊത്തം എത്ര ആയി? 80 ആയി. 26ഉം 29ഉം 24 ഒന്നും കൂടെ കൂട്ടി 80 എണ്ണം ഉണ്ട്. ഇനി അനുബന്ധ അസ്ഥികൂടം, അതിൽ ഏതൊക്കെയാണ് പെടുന്നത്? തോൾ വലയം, കൈകളിലെ അസ്ഥികൾ, ശ്രോണി വലയം, കാലിലെ അസ്ഥികൾ, ഇതൊക്കെ അനുബന്ധ അസ്ഥികൂടത്തിലാണ് പെടുന്നത്. ഇതിൽ തോൾ വലയത്തിൽ 2 × 2 രണ്ടിടത്തെയും കൂടെ എന്താണ്? 4 എണ്ണമാണ്. ഇനി കൈകളിലെ ആണെങ്കിൽ 2 കൈകളിലെയും കൂടി 60 എണ്ണമാണുള്ളത്. ശ്രോണി വലയമാണെങ്കിൽ 2 എണ്ണം കൂടി 2 എണ്ണം, രണ്ടിടത്തെയും കൂടി 2 എണ്ണം. ഇനി കാലിലെ അസ്ഥികൾ 2 കാലിലെയും കൂടി 60 എണ്ണം. മൊത്തം എത്ര ആയി? 60ഉം 60ഉം 120 പ്ലസ് 4 പ്ലസ് 2 6, എത്ര? 126 അനുബന്ധ അസ്ഥികൂടമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാരിയെല്ലുകളുടെ എണ്ണം ഉണ്ടായിരുന്നു, 24 നമുക്ക് കിട്ടി. ഇനി അനുബന്ധ അസ്ഥികൂടത്തിൻ്റെ എണ്ണമായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്താണ്? 126 ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ 84/21 ക്വസ്റ്റ്യൻ കോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 31/21 ക്വസ്റ്റ്യൻ കോഡ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് മനുഷ്യ ശരീരത്തിലെ നാഡികൾ എത്രയുണ്ട് എന്ന് നോക്കാം. ഇവിടെ വ്യവസ്ഥയ്ക്ക് 2 വിഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. പിന്നീട് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ശിരോനാഡികൾ എത്ര, സുഷുമ്ന നാഡികൾ എത്ര എന്നുള്ളതാണ്. ശിരോനാഡികൾ 12 ജോഡിയാണ്, 24 എണ്ണം, 12 ജോഡിയാണുള്ളത്. ഇനി സുഷുമ്ന നാഡികളാണെങ്കിൽ 31 ജോഡിയാണ്. അപ്പം മൊത്തം എത്ര നാഡികളുണ്ട്? ശരീരത്തിൽ എത്ര നാഡികളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പം മൊത്തം എത്രയുണ്ട്? 43 ജോഡിയാണുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന സന്ധി ഇതിലേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഗോളരസന്ധി, കീലസന്ധി, പരിയാണസന്ധി, വിജാഗിരി സന്ധി. നമുക്ക് നോക്കാം. ഗോളരസന്ധി എവിടെയായിട്ടാണ്? തോളെല്ലിനും ഇടുപ്പെല്ലിനും ഇടയായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി വിജാഗിരി സന്ധി ആണെങ്കിൽ കൈമുട്ട്, കാൽമുട്ടിലാണ്. കീലസന്ധി എവിടെയാണ്? കഴുത്ത്, തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി കാണപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അറ്റ്ലസ്, ആക്സിസ് ഇതിൻ്റെ ഇടയിലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? പിവോട്ട് ജോയിൻ്റ് അല്ലെങ്കിൽ കീലസന്ധിയാണ്. ഇവിടെ ഇംഗ്ലീഷിൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് കഴുത്ത്. മനുഷ്യദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി. മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പെപ്സിൻ, ലിപ്പേസ്, ട്രിപ്സിൻ, അതുപോലെ അമലേസ്. നമുക്ക് SCERT പുസ്തകം നോക്കാം. ആദ്യം നോക്കുന്ന ആമാശയ രസങ്ങളാണ്. പെപ്സിൻ എൻസൈം, ഗാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം, ഇത്രയുമാണ് ആമാശയ രസത്തിലുള്ളത്. ഇതിൽ പ്രോട്ടീൻ്റെ ഭാഗമായിട്ട് പെപ്റ്റോണുകളാക്കുന്നത് പെപ്സിനാണ്. ആമാശയ രസത്തിലെയാണ് പെപ്സിന്. ഇനി കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത് ഗാസ്ട്രിക് ലിപ്പേസ് എൻസൈമാണ്. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നു. ഇത് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്.
രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇനി ശ്ലേഷ്മം എന്തിനാണ്? ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് ഏതാണ്? ശ്ലേഷ്മമാണ്. ഇനി നോക്കുന്നത് ആഗ്നേയരസമാണ്. നമ്മളോട് ചോദിച്ചതും അതിനെപ്പറ്റിയാണ്. പ്രോട്ടീനെ ദഹിപ്പിക്കുന്നത് ട്രിപ്സിനാണ്. അപ്പം ആമാശയരസത്തിൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നത് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ട്രിപ്സിനാണ് ആൻസർ. ട്രിപ്സിൻ എന്ത് ചെയ്യുന്നു? പെപ്റ്റൈഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. ഇനി കൊഴുപ്പിനെ എന്താണ്? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് അമിലേസുമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ട്രിപ്സിനാണ്. ഇനി നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് PSC, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഈ വൈറ്റമിൻ K എവിടെയാണ് കാണപ്പെടുന്നത് എന്നുകൊണ്ട് പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ഇത് അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എലമെൻ്റ് ഏതാണ്? കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കലും ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തം കട്ടപിടിക്കുന്നതിനിടയിൽ നടക്കുന്ന മാറ്റങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകും. അപ്പോൾ പ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്നുള്ളത് എന്താണ്? ത്രോംബിനായി മാറും. പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റണമെങ്കിൽ എന്തിൻ്റെയൊക്കെ പ്രവർത്തനം അവിടെ വേണം? ത്രോംബോപ്ലാസ്റ്റിൻ്റെ, അതുപോലെ കാൽസ്യം, വൈറ്റമിൻ Kയുടെ ഒക്കെ പ്രവർത്തനം അവിടെ ആവശ്യമാണ്. അപ്പോൾ അവിടെ പങ്കെടുക്കുന്ന രാസാഗ്നിയാണെങ്കിൽ ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിൻ. ഇനി ഫൈബ്രിനോജൻ എന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഫൈബ്രിനോജൻ എന്താണ്? ത്രോംബിൻ്റെ സാന്നിധ്യത്തിൽ ഫൈബ്രിൻ നാരുകളായി മാറുന്നു. അപ്പം പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഈ ത്രോംബിൻ്റെ സാന്നിധ്യത്തിൽ ഫൈബ്രിനോജൻ എന്നത് ഫൈബ്രിൻ നാരുകളായി മാറുന്നു. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ടയുണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത്. അടുത്തത് ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം. പ്രോട്ടീൻ്റെ കുറവ്, വൈറ്റമിൻ എയുടെ കുറവ്, കാൽസ്യത്തിൻ്റെ കുറവ്, പ്രോട്ടീനിൻ്റെ കൂടുതൽ. ഇതിലേതാണ് എന്നാണ് ചോദ്യം. ക്വാഷിയോർക്കർ പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. അപ്പോൾ എന്താണ്? പ്രോട്ടീനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് ക്വാഷിയോർക്കർ. DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇതിൽ ഒരെണ്ണം എന്താണ്? DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തതാണ്. നമുക്ക് ആദ്യം DNA-യുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഒരു പഞ്ചസാര തന്മാത്ര കാണും, ഫോസ്ഫേറ്റ് കാണും, നൈട്രജൻ ബേസ് കാണും. DNA തന്മാത്ര ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഒരു DNA തന്മാത്ര എന്നത് നിരവധി ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസുമാണ് ന്യൂക്ലിയോടൈഡിൽ ഉള്ളത്. DNA-യിൽ ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ് ഉള്ളത്. നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായിട്ടുള്ള തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പം ഇത് ഉള്ളതിനാൽ DNA-യിൽ 4 തരം ന്യൂക്ലിയോടൈഡുകളുമുണ്ട്. DNA-യുടെ നിർമ്മാണ ഘടകങ്ങളായിട്ടുള്ള നൈട്രജൻ ബേസുകൾ സവിശേഷ പ്രാധാന്യമുള്ള തന്മാത്രകളാണ്. DNA-യിൽ അഡിനിൻ തൈമിനുമായും അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരുകയുള്ളൂ. ഓർത്തുകൊള്ളുക, എന്താണ്? അഡിനിൻ തൈമിനായിട്ടും അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും മാത്രമേ ജോഡി ചേരത്തുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. DNA-യിൽ ഒരു ഇഴയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. DNA-യുടെ ഘടനയാണ്. അതിൽ അഡിനിൻ കാണിച്ചിട്ടുണ്ട് ബ്ലൂ കളറിൽ, തൈമിൻ കാണിച്ചിട്ടുണ്ട് റെഡ് കളറിൽ. അപ്പോൾ അത് തമ്മിലാണ് ജോഡി ചേരുക. അതുപോലെ സൈറ്റോസിനും ഗ്വാനിനും കാണിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? ഉത്തരം കരളാണ്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായിട്ടുള്ള വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്.
ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവസ്തുവായിട്ടുള്ള അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നത് ഇതിന് ഉദാഹരണമാണ്. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകൾ രൂപപ്പെടും. കരൾ എങ്ങനെയാണ് യൂറിയ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. ഇവയുടെ ഉപാപചയ പ്രവർത്തന ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. നൈട്രജൻ അടങ്ങിയ ഉപോൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഇതിൻ്റെ വിഘടന ഫലമായിട്ട്. ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ട് ഉണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് ചേർന്ന് യൂറിയായി മാറുകയാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? നമുക്ക് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് തന്നെ വന്യജീവികളുടെ വംശനാശം തടയാനായിട്ടുള്ളതാണ് വന്യജീവി സങ്കേതങ്ങൾ. ഉദാഹരണം പേപ്പാറ, പെരിയാർ, വയനാട് ഒക്കെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. ഇനി നാഷണൽ പാർക്കുകൾ ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോലയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. ഇതെന്തിനാണ്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ്. വന്യജീവി സങ്കേതങ്ങൾ അതുപോലെ നാഷണൽ പാർക്കുകളാണ് പറഞ്ഞത്. ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ചോദിച്ചിട്ടുള്ളതാണ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് ഇവ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ്. അടുത്തത് ബയോസ്ഫിയർ റിസർവുകളാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ് ഇത്. ബയോസ്ഫിയർ റിസർവുകളെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകൾ, ജൈവ വൈവിധ്യങ്ങൾ ഒക്കെ ജനിതക സ്രോതസ്സുകളെയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളാണ് കേരളത്തിലുള്ളത്. അടുത്തത് കാവുകളെ പറ്റിയാണ്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയാണ് കാവുകൾ. വിസ്തൃതി കുറഞ്ഞവയാണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്നവ ആണ് കാവുകൾ എന്ന് പറയുന്നത്. ഇനി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ്. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളാണ് ഇവ. ആവാസനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളാണ്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്ത് ആകമാനമായിട്ടുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ളവ ഏതൊക്കെയാണ് എന്ന് പറയാം. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല എന്നിവയാണ്. LDCക്ക് ചോദിച്ചതാണ്. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല എന്നിവ ഇന്ത്യയിലുള്ള ഹോട്ട്സ്പോട്ടുകളാണ്. അപ്പം നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻസ് ആണ് പറഞ്ഞത്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, കാവുകൾ, ബയോസ്ഫിയർ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ്, അതുപോലെ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഏതിന് ഉദാഹരണമാണ്? ഇൻസിറ്റുവിന് ഉദാഹരണമാണ്. നമ്മളോട് ചോദിച്ചത് എക്സിറ്റുവിന് ഉദാഹരണം ഏതാണ് എന്നാണ്. ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ഇൻസിറ്റുവിൽ പറഞ്ഞു. അപ്പോൾ എക്സിറ്റു ഏതാണ് ഇവിടെ? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ സൂ ഒക്കെ എക്സിറ്റുവിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥാനം ഏത്? ക്രോമോപ്ലാസ്റ്റ്, ഫേനാവരണം, ക്ലോറോപ്ലാസ്റ്റ്, ടോണോപ്ലാസ്റ്റ്. നമുക്ക് കോശാംഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. മൈറ്റോകോൺട്രിയോൺ എന്നത് പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് അറിയപ്പെടുന്നത്. കോശത്തിലെ ഊർജ്ജ നിലയം. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു.
ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. ചോദിച്ചതാണ്. കോശത്തിന് ഉള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശ അസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. അടുത്തത് റൈബോസോം. റൈബോസോം എന്നത് മാംസ്യനിർമ്മാണ കേന്ദ്രമാണ്. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവത്തിൽ സ്വതന്ത്രമായോ ആണ് ഇത് കാണപ്പെടുന്നത്. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വാക്യൂൾ എന്നത് ഫേനം എന്നത് എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താലാണ് ആവരണം ചെയ്യപ്പെടുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കാനാണ്. ഇനി ഗോൾഗി കോംപ്ലക്സ് എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തരസഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഗ്രന്ഥി കോശങ്ങളിലാണ് ഗോൾഗി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം അപ്പോൾ ടോണോപ്ലാസ്റ്റ് ആണ്. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണം കാസർഗോഡാണ്. ബാക്കി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കൂടി നോക്കുകയാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരാണ്. മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. അടുത്തത് LGS ലെവലിലൊക്കെ വരുന്ന ചോദ്യമാണ്. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, അക്ഷയ, ചന്ദ്രശങ്കര ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രശങ്കര എന്ന ശങ്കര ഇനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് SCERT പുസ്തകത്തിൽ എന്താണ് എന്ന് നോക്കാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ഇത്രയും സങ്കര ഇനം തെങ്ങുകളാണ്. ചന്ദ്രലക്ഷ എന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടെ ക്രോസ് ആയിട്ടുള്ളതാണ്. അടുത്തത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടെ ചേർന്നിട്ടുള്ളതാണ് ചന്ദ്രശങ്കര. ഇനി ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും കൂടെ ചേർന്നിട്ടുള്ളത് ഗംഗാബോധം കൂടെ ചേർത്തിട്ടുള്ളതാണ് ലക്ഷഗംഗ. അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ചന്ദ്രലക്ഷയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും, ചന്ദ്രശങ്കരയാണെങ്കിൽ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ഇനി ലക്ഷഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവുമാണ്. ഇനി കുറച്ച് സങ്കര ഇനങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളോട് അക്ഷയ എന്നുള്ളത് എന്താണ്? ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 3 ഓപ്ഷൻ്റെ കൂട്ടത്തിൽ അക്ഷയ എന്നുള്ളതുണ്ടായിരുന്നു. അക്ഷയ എന്തിൻ്റെ സങ്കര ഇനമാണ്? തക്കാളിയുടെ സങ്കര ഇനമാണ്. മുക്തി, അനഘ, എന്താണ്? അക്ഷയ എന്നുള്ളത് തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ്. ബാക്കി നമുക്ക് നോക്കാം. നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവയാണ്. പവിത്ര ചോദിച്ചിട്ടുണ്ട്. ഇനി പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളകിൻ്റെ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നതും പച്ചമുളകാണ്. ഇനി വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയുടെ സങ്കര ഇനങ്ങളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ, രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയിലാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് നോക്കാം. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം നമ്മൾ പറഞ്ഞു ഏതാണ്? വൈറ്റമിൻ K ആണ് എന്ന് പറഞ്ഞു. ബാക്കി നമുക്ക് SCERTയിലെ വൈറ്റമിൻസ് എന്ന ടോപ്പിക്. വൈറ്റമിൻസിനെ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും. കൊഴുപ്പിൽ ലയിക്കുന്നവ A, D, E, K എന്നീ വൈറ്റമിൻസ് ആണ്. ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ആദ്യം നമ്മൾ നോക്കുന്ന വൈറ്റമിൻ C ആണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ ഇതിലൊക്കെ കാണപ്പെടുന്നത് വൈറ്റമിൻ C ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ കഴിക്കേണ്ടത്. അപ്പം ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ C. താഴെ കൊടുത്തിട്ടുണ്ട്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ C ആവശ്യം. അപ്പം വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള ഭക്ഷണ ഇനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കൊടുത്തത് നെല്ലിക്ക, ചീര, മുരിങ്ങയില, മുട്ട എന്നിവയാണ്.
അപ്പം നമുക്ക് ഇവിടെ കാണാം പഴങ്ങളും നെല്ലിക്കയും മുരിങ്ങയിലയും പപ്പായയുമാണുള്ളത്. അപ്പോൾ ഇവിടെ നെല്ലിക്ക മുരിങ്ങയില എന്ന് ഉള്ളതായിരുന്നു ആൻസർ. 147/2024 കോഡിൽ ക്വസ്റ്റ്യൻ കോഡ് അതിൽ ചോദിച്ചതാണ്. അടുത്തത് വൈറ്റമിൻ ബി ആണ് നോക്കുന്നത്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പം ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ബി ആണ്. ഇനി നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്നവ നോക്കാം. ആദ്യം നോക്കുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇലകളിലൊക്കെ വൈറ്റമിൻ എ ആണ് കാണപ്പെടുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ്. ഇനി വൈറ്റമിൻ ഡി ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? പാലുൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആഗിരണം ചെയ്യലൊക്കെ ഇതിൻ്റെ ഫങ്ഷനാണ്, വൈറ്റമിൻ ഡിയുടെ ഫങ്ഷനാണ്. ഇനി വൈറ്റമിൻ ഇ ആണ് നോക്കുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഇ ആവശ്യമാണ്. സസ്യ എണ്ണകളിലാണ് വൈറ്റമിൻ ഇ കാണപ്പെടുക. ഇനി വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കും. ക്യാബേജ്, ചീര, കോളിഫ്ലവർ ഇതിലൊക്കെ കാണപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളികളായ ഡയഫ്രവും വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത്, ഇതിൽ 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ശ്വേതരക്താണുക്കളെ കൊടുത്തിട്ടുണ്ട്. 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണുള്ളത്. അതിൻ്റെ ഫങ്ഷൻസുമാണ് ന്യൂട്രോഫില്, ബേസോഫില്, ഈസിനോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതിൽ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ഇതാണ് ന്യൂട്രോഫിലിൻ്റെ ഫങ്ഷൻ. ബേസോഫില് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഈസ്നോഫില് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന 2 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്യുക. 2 തരത്തിലുള്ള ലിംഫോസൈറ്റ് ഉണ്ട്. ടി ലിംഫോസൈറ്റുമുണ്ട്, ബി ലിംഫോസൈറ്റുമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വേതരക്താണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത്, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് അതിനും കൊടുത്തിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ യോജിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ്. ഇത് 4 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിൻ പ്ലാസ്മയിലാണോ കാണപ്പെടുന്നത്? അതുപോലെ മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നത് കറക്റ്റാണ്. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ചുവന്ന രക്താണുവിലാണ്, RBCയിലാണ് ഹീമോഗ്ലോബിൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് യോജിക്കുന്നില്ല. അതാണ് ആൻസർ. ഫാഗോസൈറ്റോസിസ് എന്താണ് എന്ന് നോക്കാം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. ശ്വേതരക്താണുക്കളായിട്ടുള്ള മോണോസൈറ്റും ന്യൂട്രോഫിലും ഫാഗോസൈറ്റുകളാണ്. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഫാഗോസൈറ്റോസിസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ്. രോഗാണുവിനെ കാണിച്ചിട്ടുണ്ട്. രോഗാണുക്കളെ സ്തരസഞ്ചിയിൽ ഉൾക്കൊള്ളുന്നു. ലൈസോസോം കാണിച്ചിട്ടുണ്ട്. സ്തരസഞ്ചികൾ ലൈസോസോമുമായിട്ട് ചേരുന്നു. ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുന്നു. അടുത്തത് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ഘടനയൊന്ന് നോക്കാം. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന. ഹീമിലെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. അവിടെ കാണിച്ചിട്ടുണ്ട്. ഹീമ്, ഇരുമ്പ്, പ്രോട്ടീൻ ഇഴകൾ. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 വീതമുള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനായിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്ലോയം നമുക്കറിയാവുന്നതാണ്, ധർമ്മം. ബാക്കി 3 നമുക്ക് നോക്കാം. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതും മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള കലകളാണ് പാരൻകൈമ.
കോളൻ കൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന് കാണപ്പെടുന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുകയാണ് കോളൻ കൈമയുടെ ഫംഗ്ഷൻ. കോളൻ കൈമ എന്തിനാണ്? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ. ഇനി സ്ക്ലീറൻ കൈമ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. സ്ക്ലീറൻ കൈമയാണ് ആൻസർ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് ഫുൾ ഫോം. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജൈവവൈവിധ്യ സംരക്ഷണമാണ്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. ഇനി WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് ഫുൾ ഫോം. ജൈവവൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് WWFൻ്റെ ലക്ഷ്യം. ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. അവിടെ WWFൻ്റെ അതുപോലെ IUCNൻ്റെ ഒക്കെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനിയും പക്ഷികളും അതിൻ്റെ അടയിരിപ്പ് കാലവും SCERT പുസ്തകത്തിലുണ്ട്. കോഴിയുടെ ആണെങ്കിൽ 21 ദിവസമാണ്, പ്രാവ് 14 ദിവസം, കുരുവിയാണെങ്കിൽ 14 ദിവസം, ഒട്ടകപ്പക്ഷി 42 ദിവസമാണ്. ലവ് ബേർഡ്സ് 22 മുതൽ 25 ദിവസം വരെയാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.